വേഗം വരുന്ന യേശു ക്രിസ്തുവിനാമത്തെ എല്ലാവർക്കും എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനം 34 സങ്കീർത്തനത്തെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അപ്പം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അതാണ് എപ്പോഴും എല്ലാ കാലത്തും ആരെ വാഴ്ത്തി സ്തുതിക്കണം? ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കണം. എൻ്റെ ഉള്ള യഹോവ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. അപ്പം പ്രശംസ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം വരട്ടെ. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഉണ്ടോ? സകല ഭയങ്ങളിൽ നിന്നും യഹോവ വിടുവിക്കും. ഈ എളിയവൻ നിലവിളിച്ചു. ഉണ്ടോ? യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. അപ്പം സകല കഷ്ടങ്ങളിൽ നിന്നും സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കാൻ ആർക്ക് സാധിക്കും? സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ആരിൽ നമ്മൾ പ്രശംസിക്കണം? ദൈവത്തിൽ പ്രശംസിക്കണം. ആരെ നമ്മൾ സ്തുതിക്കണം? യഹോവയെ സ്തുതിക്കണം. യഹോവ ആരാണ്? സകലത്തിനും മതിയായവനാണ് യഹോവ. യഹോവയെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണം. സർവശക്തൻ, സർവജ്ഞാൻ, സർവവ്യാപി, അത്ഭുതമത്രേ, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. ഇത്രയുമാണ് എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ രക്ഷകനിൽ. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് ഭയപ്പെടുകയും. കണ്ടോ? അവൻ്റെ ഭക്തന്മാർക്കൊന്നും നമുക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകാതെ ആര് പരിപാലിക്കും? ദൈവം പരിപാലിക്കുന്നതാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. കണ്ടോ? യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാണ്. ദോഷം ചെയ്യാറില്ല. നാവിനെയും വ്യാജം പറയാതിൻ്റെ അടരത്തെയും കാത്തുകൊള്ളുക. ദോഷം അകന്ന ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. പ്രാണനെ വീണ്ടുകൊള്ളാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അവനെ ശരണമാക്കുന്ന അരിശിഷ്യനാണ്. ശരണമായി, കോട്ടയായി, കാവലായി ഇരിക്കുന്ന ആരാ? ദൈവമാണ്. ഈ രക്ഷകനെ നോക്കി നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. ആ ദൈവത്തിൻ്റെ കൃപകളാൽ, ദൈവത്തിൻ്റെ കരുണകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും കർത്താവിൻ്റെ മാർവിൽ ചാരി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് 34 സങ്കീർത്തനം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. അപ്പം പ്രശംസ, സന്തോഷം എല്ലാം ലഭിക്കും ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ മാറി ചാരി ഓരോരുത്തരും യാത്ര ചെയ്യുക. ഓരോരുത്തരും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നമ്മളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഉത്തരമരളി തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അങ്ങയുടെ മാർവിച്ചാരി എല്ലാവരും ജീവിക്കുക. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ എന്നത്തിന് എൻ്റെ ദൈവത്തിൻ്റെ സന്ധിയിൽ താഴ്ത്തുന്നു. എല്ലാവരെയും ആയിരിക്കുന്നിടത്തും കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.